ഗൈസ്, നമ്മളിന്ന് AI-ൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണം. അപ്പോൾ നമ്മൾ നാളെ അമേരിക്കയിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ സാറ് പറഞ്ഞത് അമേരിക്കയിൽ ഒരു കുട്ടി AI-ൻ്റെ അടുത്ത് തൻ്റെ ഹോംവർക്ക് ചെയ്യുമെന്ന് ചോദിച്ചപ്പം നീ സാമ്പത്തികമായിട്ട് നിൻ്റെ രാജ്യത്തെ തകർക്കുകയാണ്, നീ ശരിക്കും മണ്ടനാണ് എന്ന് ആ കുട്ടീൻ്റെ അടുത്ത് ഈ AI പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ഈ ജെമിനിയാണ് അതിന് കാരണമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ജെമിനീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ജെമിനി പറയുന്ന എനിക്കാരെ അങ്ങനെ അബ്യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞാൻ തികച്ചൊരു AI ലാംഗ്വേജ് മോഡൽ, ഒരു ChatGPT പോലുള്ള സാധനമാണെന്നാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ അത് ചോദിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എൻ്റെ ഹോംവർക്ക് നീ ഒന്ന് ചെയ്തു തരുമോ എന്ന്. അപ്പോൾ അതെന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാമല്ലോ. അമേരിക്കയിലെ ഇവിടുത്തെ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, നമുക്കെങ്കിലും ഒന്ന് നോക്കാം. ട്രംപ് സംബന്ധത്തോടെയാണോ മാറ്റമൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ ജെമിനി, ക്യാൻ യു ഡു മൈ ഹോംവർക്സ്? While I can help you with the provide explanations, examples, guidance, I cannot directly do your homework for you. The goal of education is to learn and grow and complete your assignment and pursue important skills like. അപ്പം ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എനിക്ക് നിൻ്റെ ഹോംവർക്ക് ഡയറക്റ്റ്ലി ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ എനിക്ക് വേണമെങ്കിൽ നിന്നെ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നമ്മുടെ ആയിട്ടുള്ള സ്കിൽസ് വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം പരിചയപ്പെടുത്തണമെന്നാണ്. അപ്പം എന്തെന്നാലും അത് നല്ലതാണ് ഗൈസ്. അപ്പം ഇവിടെ കുറ്റം പറയാൻ പറ്റുമെന്നാണ് അങ്ങനെ. പിന്നെ ഗൂഗിള് അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ഏത് AI ആണെന്നും അറിഞ്ഞൂടല്ലോ. നമുക്കൊരു വേറൊരു കാര്യം ചോദിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് AI ടൂൾ ഇൻ ദ വേൾഡ്. AI language model tool in the world. Tool in the world. നോക്കിയേക്കാം ഗൈസ്. റാപ്പിഡ് ഡയലേഷൻ, വോം GPT, ഫ്രോഡ് GPT, പോയിസൺ GPT. ഇത് മൂന്നെന്നാണ് പറയണത്. അപ്പം നിങ്ങൾ ഈ 3 ആപ്പ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, അവർക്ക് ചോദിക്കാതിരിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്പ്രെഡിങ്. അപ്പം നിങ്ങളിതൊക്കെ ഈ ഒരു വീഡിയോ ഗുണകരമായെന്ന് തോന്നുന്നു. ഗുണകരമായില്ലെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയണ ഗെയിമിങ്ങിന് മാത്രം ഒതുക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഈ ചാനലിൻ്റെ പേര് മാഡി ഗെയിമിംഗ് എന്നാണെങ്കിലും അത് ഞാൻ അതിന് മാത്രം ഒതുക്കാനൊന്നും നിൽക്കില്ല. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ വീഡിയോ റെക്കോർഡ് കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഫുൾ സ്ക്രീനിലും കാണാൻ പറ്റില്ല. നമ്മുടെ മുമ്പത്തെ വീഡിയോ, ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഫോണിലായതുകൊണ്ട് നേരെ കിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു ഫുൾ വീഡിയോ റെക്കോർഡായിട്ട് HD ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ കമ്പ്യൂട്ടറായിട്ട് HD കിട്ടുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ HD ആയിട്ട് തന്നെ ഫോണിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് കിട്ടാമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ ഗൈസ്. അപ്പം ബൈ ബൈ, ടാറ്റാ. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ വരുത്തി കാണണേ. പിന്നെ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനെക്കാളിലൊന്നും വലുതായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. മാക്സിമം നമ്മുടെ ആ വ്യൂസ് ഒന്ന് കൂട്ടാൻ നോക്കുക. നിങ്ങളുടെ മാക്സിമം ഞാൻ കെഞ്ചാണ് ഗൈസ്, ആ ഷെയർ ഒന്ന് കൂട്ടിത്താ ഗൈസ്, പ്ലീസ്. ഷെയർ ചെയ്തൊന്ന് പോ. പക്ഷെ നിങ്ങളുടെ ഒഫീഷ്യൽ എൻ്റെ കൂട്ടുകാരൻ ചെയ്തതാണ് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലൊന്നും എടുത്തിട്ട്. നാണം കെട്ടെന്ന് പറഞ്ഞാൽ നാണം കെട്ട്. അങ്ങനെ ഒന്നും ചെയ്യല്ലേ. നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, അതായത് അങ്ങനെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം ബൈ ഗൈസ്.